തൃശ്ശൂരിന് തൃശ്ശൂർ സർക്കിൾ പോലെ വടക്കുംനാഥൻ്റെ ചുറ്റുമുള്ള തേക്കിൻകാട് മൈതാനം പോലെ മലപ്പുറത്തിന് സ്വന്തമായി ഉള്ള പ്രസിദ്ധമായ വിനോദസഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥലമാണ് കോട്ടക്കുന്ന്. കോട്ടക്കുന്നിന് വളരെ വലിയ ചരിത്ര സവിശേഷതയുണ്ട്. ഖിലാഫത്ത് പ്രസ്ഥാനവും മാപ്പിളലഹളയും ഒക്കെ അരങ്ങേറിയ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ കോട്ടക്കുന്നിൽ കൊണ്ടുവന്നാണ് അതിൻ്റെ പോരാളികളെ വെടിവെച്ച് കൊന്നത് എന്നുള്ള ചരിത്രം പലരും പറയുന്നുണ്ട്. കോട്ടക്കുന്ന് ഇപ്പോൾ മനോഹരമാണ്. അവൾ ഒരു അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന മനോഹര സുന്ദരിയെപ്പോലെ കാണപ്പെടുന്നു. പക്ഷേ ഒരു വലിയ ചോദ്യചിഹ്നമുണ്ട്. മലപ്പുറം പട്ടണത്തിന് തൊട്ട് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ കൂടുതൽ വിനോദസഞ്ചാര മേഖലയിലേക്ക് തുറന്നു കൊടുക്കുവാൻ നമ്മുടെ സർക്കാരുകൾക്ക് കഴിയേണ്ടതാണ്. വൃത്തിയുടെയും വെടുപ്പിൻ്റെയും കാര്യത്തിൽ മെച്ചമാണെങ്കിലും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ വേണ്ടത്ര റൈഡിംഗ് സംവിധാനമോ മറ്റ് വിനോദ ഉപാധികളോ കോട്ടക്കുന്നിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇത് സത്യത്തിൽ നമ്മളുടെ സർക്കാരിൻ്റെ പിടിപ്പുകേട് എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ചരിത്രവും സാംസ്കാരികവും പൗരാണികവും ഇഴചേർന്ന് കിടക്കുന്ന ഈ മനോഹരമായ പ്രദേശത്തെ വിനോദസഞ്ചാരികൾക്ക് വിനോദത്തിന് വേണ്ടിയുള്ള ഉപാധിയായി മാറ്റുന്നതിനോടൊപ്പം സർക്കാരിന് നല്ല വരുമാനവും ലഭിക്കും. മനോഹരമായ സ്ഥലമാണ്. കോട്ടക്കുന്നിൻ്റെ തുടക്കഭാഗത്ത് ആർട്ട് ഗാലറി ചിത്രീകരിച്ചിരിക്കുന്നത് മനോഹരമാണ്. എങ്കിലും പലയിടത്തും കേരള സർക്കാർ വിനോദസഞ്ചാരത്തിൻ്റെ അനന്ത സാധ്യതകളെ മുതലെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ചരിത്രം കൂടി കോട്ടക്കുന്ന് വിളിച്ചു പറയുന്നു. എന്തായാലും സഞ്ചാരം ഇഷ്ടപ്പെടുന്ന, അല്പം വിനോദം ഇഷ്ടപ്പെടുന്ന ഏവരും ഇവിടെ എത്തേണ്ടതാണ്. ചരിത്ര സ്മാരകത്തിൻ്റേതായ ഫലകങ്ങൾ പോലും ഇവിടെ പ്രദർശിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും അതൊക്കെ വരും കാലങ്ങളിൽ പ്രദർശിപ്പിക്കുവാൻ സർക്കാർ ശ്രമിക്കേണ്ടതാണ്. അനേകം സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. കേരളത്തിൽ പൊതുവേ നമ്മൾ പരിശോധിച്ചാൽ വിനോദസഞ്ചാരത്തിനായി സർക്കാർ വേണ്ടത്ര കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ഇതിനുവേണ്ടിയുള്ള വകുപ്പും മന്ത്രിമാരും മന്ത്രാലയങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അവയൊക്കെ പലപ്പോഴും ജലത്തിൽ വരച്ച വര പോലെ ഇരിക്കുന്നു. കൂടുതൽ മികവുറ്റതാകുവാൻ, കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാൻ കോട്ടക്കുന്നിന് കഴിയട്ടെ. അതിൻ്റേതായിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.